കുറ്റാന്വേഷണ പരമ്പരകളിലൂടെ മലയാളി പ്രേക്ഷകരെ ആവേശത്തിലാക്കിയ മലയാളികളുടെ സ്വന്തം CBI ഉദ്യോഗസ്ഥനാണ് സേതുരാമയ്യർ. വിജയകരമായ 4 ഭാഗങ്ങളാണ് ഈ ചിത്രം പിന്നിട്ടത്. ഇപ്പോ ഇതാ 5ാം വരവിന് ഒരുങ്ങുകയാണ് സേതുരാമയ്യർ. ഈ സേതുരാമയ്യർ പരമ്പരകളുടെ സംവിധായകൻ K. മധു തന്നെയാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. ഒരുപക്ഷെ മലയാളി പ്രേക്ഷകർ വളരെയധികം ആവേശത്തോടെ ഏറ്റെടുത്താണ് സേതുരാമയ്യർ പരമ്പരയിലെ ആദ്യ ഭാഗം ഒരു CBI ഡയറിക്കുറിപ്പ്. 1988 ഇത് പുറത്തിറങ്ങിയത്. SN സ്വാമിയായിരുന്നു ഈ ചിത്രത്തിന് തിരക്കഥ എഴുതിയത്. സേതുരാമയ്യർ പരമ്പരയിലെ അവസാന ചിത്രം ഇറങ്ങിയത് 2005 നേരറിയാൻ CBI ആയിരുന്നു ഈ ചിത്രം. 12 വർഷത്തിനു ശേഷമാണ് ഇനി ഈ CBI പരമ്പരയ്ക്ക് ഒരു 5ാം ഭാഗം ഒരുങ്ങുന്നത്. സേതുരാമയ്യരുടെ 5ാം വരവിനായി കാത്തിരിക്കാനാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ സംവിധായകൻ K. മധു അറിയിച്ചത്. താനും SN സ്വാമിയും ആത്മാർത്ഥമായി ഒരേ മനസ്സോടെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഒരു CBI ഡയറിക്കുറിപ്പ്, ജാഗ്രത, സേതുരാമയ്യർ CBI, നേരറിയാൻ CBI എന്നീ ചിത്രങ്ങൾ. 1988 ഈ കൂട്ടായ്മ ആരംഭിച്ചതെന്നും K. മധു പറഞ്ഞു. 2 വർഷം മുമ്പ് തന്നെ സേതുരാമയ്യർക്ക് 5ാം ഭാഗം ഒരുങ്ങുന്നതായിട്ടൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും അന്ന് പുറത്തുവിട്ടിരുന്നില്ല. ഇതിനിടെ ചിത്രം ഉപേക്ഷിച്ചെന്ന തരത്തിലും വാർത്തകളൊക്കെ അന്ന് പ്രചരിച്ചിരുന്നു. എന്നാൽ അത്തരം വാർത്തകൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് K. മധുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സേതുരാമയ്യരുടെ 5ാം വരവിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും. ചിത്രത്തിന്റെ പ്രൊഡക്ഷന്റെ ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇത് ഒരു ചിത്രത്തിന്റെ 5ാം വരവിനായിട്ടുള്ള കാത്തിരിപ്പ്. എന്നാൽ 2 വർഷമാണ് ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് പ്രേക്ഷകർ കാത്തിരുന്നത്. മറ്റൊന്നുമല്ല, ബാഹുബലി 2 ദ കൺക്ലൂഷന് വേണ്ടിയിട്ട്. ബോക്സ് ഓഫീസിനെ പിടിച്ചുകുലുക്കി ബ്രഹ്മാണ്ഡ ചിത്രം ബാഹുബലി 2 മലയാളം ഉൾപ്പെടെ 4 ഭാഷകളിലായി 6500 സ്ക്രീനുകളിലെത്തിയ ചിത്രം ആദ്യ ദിനം വാരിക്കൂട്ടിയത് 108 കോടിയാണ്. ബോക്സ് ഓഫീസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത് റെക്കോർഡാണ്. ബാഹുബലിയുടെ ആദ്യ ഭാഗത്തിന്റെ ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ 50 കോടിയായിരുന്നു. ചിത്രം എല്ലാ തരത്തിലും ഒരു വൻ വിജയം തന്നെയായിരുന്നു. ഹാരി പോട്ടർ പോലെ അല്ലെങ്കിൽ അവതാർ പോലെ ഒരു മായിക ലോകവും കഥാപാത്രവും ഒക്കെ ചിത്രീകരിക്കാൻ രാജമൗലിക്ക് സാധിച്ചെങ്കിലും 2ാം ഊഴം എന്ന മലയാള സിനിമ അതിന് മുകളിൽ ഉയരണം എന്നാണ് ഓരോ സിനിമാ പ്രേമിയും ആഗ്രഹിക്കുന്നത്. കാരണം ബാഹുബലിയുടേത് ഒരു സാങ്കല്പിക കഥയായിരുന്നുവെങ്കിൽ മഹാഭാരതം നമ്മൾ വായിച്ച് മനസ്സിൽ പതിഞ്ഞ കഥയും കഥാപാത്രങ്ങളുമാണ്. കൃത്യമായൊരു തിരക്കഥയും ശക്തമായൊരു ബഡ്ജറ്റും മോഹൻലാൽ എന്നൊരു മഹാനായ നടനും സിനിമയ്ക്ക് വേണ്ടി തയ്യാറായി കഴിഞ്ഞു. ശരീരം മാത്രമല്ല മനസ്സുമുള്ള MTയുടെ ഭീമനാകാൻ 1.5 വർഷമാണ് മോഹൻലാൽ മാറ്റിവെക്കുന്നത്. ചരിത്രവും കാലവും രാജാക്കന്മാരും രാജകൊട്ടാരവുമുള്ള ഏത് സിനിമ ഇറങ്ങിയാലും താരതമ്യം ഇനി തീർച്ചയായിട്ടും ബാഹുബലിയോട് തന്നെയാവും. ബാഹുബലി എന്ന സിനിമ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് 2ാം ഊഴത്തിന് തന്നെയാണ്.